നമ്മൾ ഫാക്ടർ ഗ്രൂപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് ഫാക്ടർ ഗ്രൂപ്പ്? ജി ഒരു ഗ്രൂപ്പും എച്ച് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. വിട്ടുപോകരുത്, എച്ച് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആവണം. എച്ച് ഒരു നോർമൽ സബ് ഗ്രൂപ്പും ആണ്. കോസെറ്റ്സിന്റെ എച്ചിന്റെ ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ജി ബൈ എച്ച് കൊണ്ടാണ്. അത് ഓരോ ഇവിടത്തെ ജി ബൈ എച്ചിലെ ഓരോ എലമെന്റ്സും ആരാണ്? ഓരോരോ ലെഫ്റ്റ് കോസെറ്റ്സുകളാണ് അല്ലെ. ഇതൊരു ഈ മൊത്തത്തിൽ ഇതൊരു ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഓപ്പറേഷൻ ശ്രദ്ധിക്കണം, ഇവിടുത്തെ എലമെന്റ്സുകൾ കോസെറ്റ്സുകളാണ്. ജി ബൈ എച്ച് എന്ന സെറ്റിലെ എലമെന്റ്സുകൾ ജീനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നൊന്നും അല്ല, അങ്ങനെ വിചാരിക്കല്ലേ. ജി ബൈ എച്ചിലെ എലമെന്റ്സുകളെല്ലാം കോസെറ്റ്സുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ കോസെറ്റ്സുകളെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എയും എച്ചും ബി എച്ചും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എയും ബിയും കൂടി ഓപ്പറേറ്റ് ചെയ്യാം, പിന്നെ എച്ച്, എ ബി എച്ച്. അഡീഷൻ ആണെങ്കിൽ ഞാൻ ആനുപാതികമായിട്ട് മാറും. ഞാൻ അഡീഷണൽ എക്സാമ്പിൾ ആണ് ആദ്യം പറഞ്ഞത്. ലെറ്റ് ഇസഡ് പ്ലസ്, നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഇസഡ് അഡീഷണൽ ഗ്രൂപ്പ് ആണ്. 2z സബ് ഗ്രൂപ്പ് ആണ് ഇസഡിന്റെ. പിന്നെ 2z എന്താ, ഇസഡ് അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് അബീലിയൻ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പുകളൊക്കെ നോർമൽ സബ് ഗ്രൂപ്പ് ആവും. അപ്പൊ 2z നോർമൽ സബ് ഗ്രൂപ്പ് ആവും. നമുക്കറിയാം 2zന്റെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 2zന്റെ കോസെറ്റ്സ് 0 പ്ലസ് 2z 1 പ്ലസ് 2z രണ്ട് കോസെറ്റ്സേ ഉള്ളൂ. അടുത്ത് 2 പ്ലസ് 2z എടുക്കുമ്പോൾ വീണ്ടും 0 പ്ലസ് 2z ആവും. 3 പ്ലസ് 2z എടുക്കുമ്പോൾ വീണ്ടും 1 പ്ലസ് 2z ആവും. രണ്ട് ഡിസ്റ്റിങ് ലെഫ്റ്റ് കോസെറ്റ്സേ ഉള്ളൂ. ഇനി z ബൈ 2z, അപ്പോൾ ഡിസ്റ്റിങ് ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ 0 പ്ലസ് 2z 1 പ്ലസ് 2z. ഇതിനകത്ത് ഈ സെറ്റിലെ എലമെന്റ്സ് കോസെറ്റ്സ് കണ്ട രണ്ട് എലമെന്റ്സേ ഉള്ളൂ. z ബൈ 2zനകത്ത് രണ്ട് എലമെന്റ്സേ ഉള്ളൂ. അതെന്താണ്? അഡീഷണൽ ഗ്രൂപ്പ് ആണ് അല്ലെ. ഈ ടേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമ്മൾ കെയ്ലീസ് ടേബിൾ എഴുതി അല്ലെ. ഫസ്റ്റ് ഇവിടെ വന്ന ആൾക്കാരെല്ലാം ഈ സെറ്റിലെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ ബൈനറി ആണ്, ഓപ്പറേഷൻ അസോസിയേറ്റ് ആവും. 0 പ്ലസ് 2z ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് കണ്ടില്ലേ. 0 പ്ലസ് 2z ഇവർ രണ്ടുപേരും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതേ ആൾക്കാരെ കിട്ടുന്നു. ഏത് ആൾക്കാരോടൊപ്പവും 0 പ്ലസ് 2z ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതേ ആൾക്കാരെ വരുന്നു. അതുകൊണ്ട് 0 പ്ലസ് 2z ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. 0 പ്ലസ് 2zന്റെ ഇൻവേഴ്സ് 0 പ്ലസ് 2z. 1 പ്ലസ് 2zനെ 1 പ്ലസ് 2z കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 0 പ്ലസ് 2z കിട്ടി. അപ്പോൾ 1 പ്ലസ് 2zന്റെ ഇൻവേഴ്സും 1 പ്ലസ് 2z തന്നെ. അപ്പോൾ z ബൈ 2z ഗ്രൂപ്പായി. എക്സാമ്പിൾ 2, let z is a group and set of all integers be a group. We have 3z അറിയാത്തവരാരുമില്ലല്ലോ. 3z ഒക്കെ എഴുതണോ? 3z is equal to ആരാ? 3ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. -9 -6 -3 0 3 6 എക്സെട്ര. ബി എൻ നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. കാരണം എന്താ? ഇസഡ് അബീലിയൻ ഗ്രൂപ്പ് ആണ്. അപ്പൊ അബീലിയൻ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പുകളൊക്കെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഇസഡിന്റെ സബ് ഗ്രൂപ്പുകൾ ഇൻ സെറ്റ് ആണ് അല്ലെ. ഇൻ സെറ്റുകളെല്ലാം നോർമൽ സബ് ഗ്രൂപ്പ്സ് ആണ്. നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഇസഡ്. Then the factor group. എന്താണ് ഫാക്ടർ ഗ്രൂപ്പ്? ആരാ ഫാക്ടർ ഗ്രൂപ്പ്? z by 3z. What is z by 3z? Set of all distinct. നമുക്കറിയാം ഇവിടുത്തെ ഡിസ്റ്റിങ്ക്റ്റ് ഈ 3zന്റെ ഡിസ്റ്റിങ്ക്റ്റ് കോസെറ്റ്സ് ആരൊക്കെയാ? We have 0 plus 3z, 1 plus 3z and 2 plus 3z. നമ്മൾ എഴുതിയിട്ടുണ്ട്. എഴുതണോ ഒന്നുകൂടെ? വേണോ? We have 0 plus 3z. 0 plus 3z എന്ന 3z എലമെന്റ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 കൊണ്ട് ആഡ് ചെയ്യാം. ഇവിടെ എന്ത് 0 കൊണ്ട് ആഡ് ചെയ്താൽ അതിലേ വരുള്ളൂ. അടുത്ത് 1 plus 3z. 1 plus 3zന്റെ ലെഫ്റ്റ് സൈഡിൽ 1 ആഡ് ചെയ്യുക അല്ലെ. 1 ആഡ് ചെയ്യുമ്പോഴോ 0 plus 1 1, 3 plus 1 4, 6 plus 1 7. അടുത്ത് 2 plus 3z. 3z എലമെന്റ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ആഡ് ചെയ്യുക. 2 ആഡ് ചെയ്യുമ്പോഴോ -7 -4 -1 2 5 8 ഇങ്ങനെ പോകും. ഇവരല്ലേ 3 ഡിസ്റ്റിങ്ക്റ്റ് കോസെറ്റ്സ് നോക്കിയേ.
എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്, -4, -5, -6 എല്ലാവരും ഉണ്ട്. കാരണം ഈ 3 ആൾക്കാരുടെ യൂണിയൻ എടുക്കും മൊത്തം ഇസെറ്റ് കിട്ടും. ഒരിടത്തും രണ്ട് കോസെറ്റ്സിനകത്തില്ലേ, 2 കോസെറ്റ്സിനകത്ത് കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല. ഇത് 3ന്റെ യൂണിയൻ എടുക്കുമ്പോൾ ഇസെറ്റ് കിട്ടും. 3 ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് ആണ്. are 3 distinct left cosets of 3z. Of 0 plus 3z, 1 plus 3z, 2 plus 3z, 3z ന്റെ 3 ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ആണ് അല്ലേ. Then z by 3z. Z by 3 is the collection of all distinct left cosets of 3z. ആരൊക്കെ? 0 plus 3z, 1 plus 3z, 2 plus 3z. Is a group. The group table is okay. ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെയാ? 0 plus 3z, 1 plus 3z, 2 plus 3z. 0 plus 3z, 1 plus 3z, 2 plus 3z. അപ്പോൾ 0 plus 3z ഉം 0 plus 3z ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 plus 0 ആഡ് ചെയ്യാം. അപ്പോൾ 0 plus 3z. 0യും 1ഉം കൂടി ആഡ് ചെയ്യാം. 1 plus 3z. നല്ല ഓപ്പറേഷൻ. 0യും 2ഉം കൂടി ആഡ് ചെയ്യാം. 2 plus 3z. അടുത്ത് 1ഉം 0യും കൂടി ആഡ് ചെയ്യാം. 1 plus 3z. 1ഉം 1ഉം കൂടി ആഡ് ചെയ്യാം. 2 plus 3z. ഇവിടെ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യാം. 3 വരും. 3 എന്ന് പറയുന്നത് 3 plus 3z എന്ന് പറയുന്നത് 0 plus 3z എന്ന് പറഞ്ഞാൽ ഒരേ കോസെറ്റ് ആണ്. അപ്പോൾ 0 plus 3z എന്നാവും. 2ഉം 0യും കൂടി 2 plus 3z. അടുത്താണെങ്കിൽ നോക്കിയേ, 2 plus 3z ഉം പ്ലസ് 1 plus 3z. അതെങ്ങനെ ആഡ് ചെയ്യണേ? 2 plus 1 plus 3z എന്നാണ്. അതാരാ? 3 plus 3z. 3 plus 3z എന്ന കോസെറ്റും 0 plus 3z എന്ന കോസെറ്റും സെയിം അല്ലേ? അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ 0 plus 3z. അടുത്ത് 2 plus 3z ഉം 2 plus 3z അല്ലേ? 2 plus 2, 4 plus 3z. 4 plus 3z ഉം 1 plus 3z ഉം സെയിം കോസെറ്റ് ആയിരിക്കും. അപ്പൊ 1 plus 3z അല്ലേ? ശരിയാണല്ലോ. 1 plus 3z. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വിശദീകരിച്ച് എഴുതാം. അത് വളരെ ക്ലിയർ അല്ലേ? ഇവിടെ വന്ന് നോക്കണേ, ഇവിടെ വന്നിരിക്കുന്ന എലമെന്റ്സുകളെല്ലാം ഈ സെറ്റിൽ എലമെന്റ്സ് ആണ്. ബൈനറി ആണ്, ഓപ്പറേഷൻ ബൈനറി ആണ്. ഓപ്പറേഷൻ അസോസിയേറ്റ് ആവും. 0 plus 3z ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. ഈ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് 0 plus 3z ആണ്. 0 plus 3z നെ 0 plus 3z കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 0 plus 3z കിട്ടുന്നത്. അപ്പോൾ 0 plus 3z ന്റെ ഇൻവേഴ്സ് 0 plus 3z. 1 plus 3z ന്റെ ഇൻവേഴ്സ് ആരാ? 1 plus 3z നെ ആരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 0 plus 3z കിട്ടണേ? 2 plus 3z. അപ്പോൾ 1 plus 3z ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 2 plus 3z ആണ്. 2 plus 3z നെ എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0 plus 3z കിട്ടും? 1 plus 3z. അപ്പോൾ 2 plus 3z ന്റെ ഇൻവേഴ്സ് ആരാ? 1 plus 3z അല്ലേ? ശരിയല്ലേ? ഫ്രം ടേബിൾ operation is binary. Associativity also holds. ശരിയാവില്ലേ? ആരാ ഐഡന്റിറ്റി എലമെന്റ്?
ആരാ identity element? 0 plus 3z is the identity element. Zero plus 3 is the identity element. Inverse of 0 plus 3z. Inverse of 0 plus 3z is 0 plus 3z. Inverse of 1 plus 3z is 2 plus 3z. Inverse of 2 plus 3z is 1 plus 3z. Hence, z by 3z is a group. ശരിയല്ലേ? അപ്പൊ എലമെന്റ്സുകളെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ എലമെന്റ്സുകൾ ആരൊക്കെയാന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി അല്ലേ? അതിൽ എക്സാമ്പിൾ 3 ആയിട്ട് സ്വന്തമായിട്ട് ചെയ്താൽ മതി. We have 4z is equal to 4z പറയാം -8 -4 0 4 8 is a normal subgroup of z അല്ലേ? is a normal subgroup of z. ഇതുപോലെ ചെയ്യാലോ, ശരിയല്ലേ? ഇവിടെ z by 2z എടുത്തപ്പോ എന്ത് വന്നു? 2 എലമെന്റ്സ് വന്നു, കണ്ടില്ലേ? z by 2z ൽ 2 എലമെന്റ്സ് വന്നു, ശരിയാണല്ലോ? z by 3z എടുത്തപ്പോൾ എത്ര എലമെന്റ്സ് വന്നു? z by 3z ൽ 3 എലമെന്റ്സ് വന്നു. അതുപോലെ z by 4z ൽ 4 എലമെന്റ്സ് വരും. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ നമുക്ക് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. അടുത്ത എക്സാമ്പിൾ ആയിട്ട് let z18 ലെറ്റ് എന്ന് എടുക്കുന്നതിനൊക്കെ നമുക്ക് അറിയാലോ. വി ഹാവ് z18 is a group under ഏത് ഓപ്പറേഷനിലാണ് z18 ഗ്രൂപ്പ് ആവണേ? വി ഹാവ് z18 എന്ന് പറഞ്ഞാൽ 0 1 2 എക്സെട്ര എന്താ 16 അല്ലേ? 17 is a group under addition മോഡിലോ 18 ഏതൊരുണ്ടോ അതിൽ? ഇറ്റ്സ് എ ഗ്രൂപ്പ് under addition മോഡിലോ 18 അല്ലേ? let h is equal to cyclic subgroup generated by 6. Cyclic subgroup generated by 6 are 6 ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. ഇവിടെ അഡീഷണൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് 6 ന്റെ മൾട്ടിപ്പിൾസ് 0 into 6 1 into 6 2 into 6 3 into 6 ആകുമ്പോൾ എന്ത് വരും? 3 into 6 ആകുമ്പോൾ വീണ്ടും 0 വരും. അപ്പോൾ ഇത്ര 3 പേരെ ഉള്ളൂ. is a normal subgroup. കാരണം എന്താ നോർമൽ സബ്ഗ്രൂപ്പ് ആവാൻ കാരണം z18 അബീലിംഗ് ഗ്രൂപ്പാണ്. z18 അബീലിംഗ് ഗ്രൂപ്പാണ്. അറിയാത്തവരാരും ഇല്ലല്ലോ. is a normal subgroup of z18. z18 അബീലിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് 6 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ ഇവിടുത്തെ കോസെറ്റ്സ് ആരൊക്കെ ആയിരിക്കും? കോസെറ്റ്സ് 0 plus h ലെഫ്റ്റ് കോസെറ്റ് അല്ലേ? 0 plus h ആര് തന്നെയാണ്? 0 6 12. അടുത്ത് 1 plus h ലെഫ്റ്റ് സൈഡിൽ 1 ആഡ് ചെയ്യുക. 1 7 30 അല്ലേ? 2 plus h എത്രയാ? 2 ആഡ് ചെയ്യാം. 2 8 14. 3 plus h ആരാ? നമ്മൾ കോസെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രൂപ്പിലെ ഒരു എലമെന്റും സബ് ഗ്രൂപ്പായിട്ടല്ലേ ആഡ് ചെയ്യണേ. ഓപ്പറേഷൻ ഇവിടെ അഡീഷൻ ആയതുകൊണ്ടാണ്. 3 plus h ആരാ?
0 plus 3 plus 0, 3 plus 6, 3 plus 12. 4 plus h 0 plus 4 plus 0, 4 plus 6, 4 plus 12. അല്ലേ? ഇവിടെ എത്ര ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് കാണും? പറയടോ ആരെങ്കിലും. ഇവിടെ എത്ര ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് കാണും? ഇവിടെ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട് Z8 ല്? ഇൻഡെക്സ് അല്ലേ? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ലേ? Number of distinct cosets of H is equal to index of H in Z18 അല്ലേ? Index of H in Z18 അല്ലേ? അല്ലേ? 1/3. അതെ. അപ്പോൾ ഇൻഡെക്സ് Z18 ഇതല്ലേ ഇൻഡെക്സ്? ഇൻഡെക്സ് ഓഫ് H in Z18 ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയല്ലേ? ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഓർഡർ ഓഫ് Z18 ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് H അല്ലേ? ഓർഡർ ഓഫ് Z18 18 ആണ്. ഓർഡർ ഓഫ് H എത്രയാ? 3 ആണ്. അപ്പൊ എത്ര പേരുണ്ടാവും? 3. ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സിന്റെ എണ്ണം 3 ആണ്. ശരിയാണോ? 6. ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സിന്റെ എണ്ണം 6 ആണ് അല്ലെ? 18/3. അപ്പൊ നോക്കിയേ, ഇവിടെ ആരൊക്കെയായി? 4 plus h വരെ. അടുത്ത് 5 plus h എഴുതിയാലോ? 5 plus h ആരാ? ഇവിടെ ഇതിനോടൊപ്പം 0 plus 5, സോറി 5 plus 6, അടുത്ത് 5 plus 12. നോക്കിയേ ഇവിടെ എത്ര എണ്ണായി? നോക്കിയേ എത്ര എണ്ണായി? 1, 2, 3, 4, 5, 6 ആയല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ നോക്കിയാൽ മതി, ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ 6 plus h എടുക്കുമ്പോൾ വീണ്ടും 0 plus h ആവും. ശരിയല്ലേ? are distinct cosets of H. repetition അല്ലല്ലോ. Then നോർമൽ സബ് ഗ്രൂപ്പ് ആണല്ലോ. then Z18 by H. Z18 by H ലെ എലമെന്റ്സ് ആരൊക്കെ ആയിരിക്കും? 0 plus H, 1 plus H, 2 plus H, 3 plus H, 4 plus H, 5 plus H അല്ലെ? 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6 ആയല്ലോ അല്ലെ? ഈ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെയാ? അപ്പോൾ ഇവിടുത്തെ എലമെന്റ്സ് എഴുതാം. ഇവിടുത്തെ എലമെന്റ്സ് ആരാ? 0 plus H, 1 plus H, 2 plus H, 3 plus H, 4 plus H, 5 plus H, 6 plus H, 0 plus H. 5 വരാണോ? 0 plus H, 1 plus H, 2 plus H, 3 plus H, 4 plus H, 5 plus H. അല്ലെ? ഇവിടെ 0 കൂടി ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ 0 plus H അല്ലെ? 0 ആഡ് ചെയ്യുമ്പോൾ 0. 1 ആഡ് ചെയ്യുമ്പോൾ 1 അല്ലെ? 2 ആഡ് ചെയ്യുമ്പോൾ 2. 3 ആഡ് ചെയ്യുമ്പോൾ 3. 4 ആഡ് ചെയ്യുമ്പോൾ 4. 5 ആഡ് ചെയ്യുമ്പോൾ 5.
അടുത്ത് 1ഉം 0 ആഡ് ചെയ്യുമ്പോൾ 1, 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 2, 1ഉം 2 ആഡ് ചെയ്യുമ്പോൾ 3 പ്ലസ് എച്ച്, 1ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 4, 1ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 5, 1ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 6. 6 എന്ന് പറഞ്ഞാൽ Z8, 6 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ശ്രദ്ധിക്കണേ. 6 Z18 0 ഒന്നുമല്ല. ഇനി 2 പ്ലസ് എച്ചും 1 പ്ലസ് 0 പ്ലസ് എച്ച് ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 0, 2 പ്ലസ് 1 3, 2 പ്ലസ് 2 4, 2 പ്ലസ് 3 5, 2 പ്ലസ് 4 0 ആണ്. 6 പ്ലസ് എച്ച് എന്ന് വെച്ചാൽ 0 പ്ലസ് എച്ച് ആണ്. 2 5 7, 7 എന്ന് വെച്ചാൽ എന്താ, 7 പ്ലസ് എച്ചും 1 പ്ലസ് എച്ചും സെയിം ആയിരിക്കും അല്ലേ. 3 പ്ലസ് 3ഉം 0ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3, 3ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 4, 3ഉം 2 ആഡ് ചെയ്യുമ്പോൾ 5, 3ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 0 പ്ലസ് എച്ച് ആണ്. 6 പ്ലസ് എച്ചും 0 പ്ലസ് എച്ചും ഒരേ കോസെറ്റ് ആണ്. അടുത്ത് 3ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 7, 7 പ്ലസ് എച്ചും 1 പ്ലസ് എച്ചും ഒരേ കോസെറ്റ് ആണ്. 3ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 8, 8 പ്ലസ് എച്ചും 2 പ്ലസ് എച്ചും ഒരേ കോസെറ്റ് ആണ്. അടുത്ത് 4ഉം 0 ആഡ് ചെയ്യുമ്പോൾ 4 പ്ലസ് എച്ച്, 4ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 5 പ്ലസ് എച്ച്. അടുത്ത് 4ഉം 2 ആകുമ്പോൾ 6 പ്ലസ് എച്ച്, 6 പ്ലസ് എച്ചും 0 പ്ലസ് എച്ചും ഒരേ കോസെറ്റ് ആണ്. 4ഉം 3 ആഡ് ചെയ്യുമ്പോൾ 7, 7 പ്ലസ് എച്ചും 1 പ്ലസ് എച്ചും ഒരേ കോസെറ്റ് ആണ്. 4ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 8, 8 പ്ലസ് എച്ചും 2 പ്ലസ് എച്ചും ഒരേ കോസെറ്റ് ആണ്. 4ഉം 5ഉം കൂടി ആകുമ്പോൾ അല്ലെ, ഇവിടെ 5ഉം 0ഉം കൂടി ആകുമ്പോൾ 5 പ്ലസ് എച്ച്, 5ഉം 1ഉം കൂടി ആകുമ്പോൾ 0 പ്ലസ് എച്ച്, 5ഉം 2ഉം കൂടി ആകുമ്പോൾ 1 പ്ലസ് എച്ച്, 2 പ്ലസ് എച്ച്, 3 പ്ലസ് എച്ച്, 5ഉം 5ഉം 10 അല്ലേ, 10 ആവുമ്പോൾ ആര് വരും, 4 പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമല്ലേ ഇവിടെ, ശരിയല്ലേ. ബൈനറി ആണ്, അസോസിയേറ്റീവ് ആണ്, 0 പ്ലസ് എച്ച് ഐഡന്റിറ്റി എലമെന്റ് ആണ്. 1 പ്ലസ് എച്ചിന്റെ ഇൻവേഴ്സ് ആരാ, 5 പ്ലസ് എച്ച് ആണ്. 2 പ്ലസ് എച്ചിന്റെ ഇൻവേഴ്സ് ആരാ, 4 പ്ലസ് എച്ച് ആണ്. 3 പ്ലസ് എച്ചിന്റെ ഇൻവേഴ്സ് 3 പ്ലസ് എച്ച് തന്നെയാണ്. 4 പ്ലസ് എച്ചിന്റെ ഇൻവേഴ്സ് 2 പ്ലസ് എച്ച് ആണ്. 5 പ്ലസ് എച്ചിന്റെ ഇൻവേഴ്സ് 1 പ്ലസ് എച്ച് ആണ്. ആയില്ലേ, എല്ലാവർക്കും ഇൻവേഴ്സ് ആയാലും Z18 ബൈ എച്ച് ഒരു ഗ്രൂപ്പ് കോസെറ്റ് ഫാക്ടർ ഗ്രൂപ്പ് ആണെന്ന് കിട്ടിയല്ലോ. നമുക്ക് ചെയ്തോളണം, ബാക്കി ലൈൻസ് എഴുതി. We have D4 അറിയാലോ. D4 ആരാ, D4 ആരാ, R0, R90, R180, R270 അല്ലേ, H, V, D, D dash, B a group and let K is equal to R0 R180. R0 R180 ഇത് നോർമൽ സബ് ഗ്രൂപ്പാണ്. നമ്മൾ എക്സാമ്പിളിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന്. അല്ലാതെ നോർമൽ സബ് ഗ്രൂപ്പ് വേറെ മാർഗമൊന്നുമില്ല കണ്ടുപിടിക്കാൻ. ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്ത് തന്നെ നോക്കണം. നോർമൽ സബ് ഗ്രൂപ്പ് can be a normal subgroup of D4. K ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഇനി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. Now
the cosets R0K. R0K and R0 into R0, R0, R0 into R180, R180. അടുത്ത് R90K. R90K and R90 into R0, R90, R90 into R180, R270. അടുത്ത് R180യും R180Kയും R0Kയും സെയിം ആയിരിക്കും. R270Kയും R0Kയും സെയിം ആയിരിക്കും. നമ്മളവിടെ എഴുതിയിട്ടുണ്ട് HK. ഇപ്പോ H into R0 H അല്ലെ, മറ്റേത് V വരും. അടുത്തത് VK എടുത്താലും ഇതും സെയിം ആയിരിക്കും, കാരണം V ഇവിടുത്തെ എലമെന്റ് ഇല്ല. അടുത്തത് DK. ഇതാണ്. Now the cosets are R0H, R0K, 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 R90K, R0K, R90K, RHK, DK. Then the factor group D4 by K. D4 by K elements ആരൊക്കെയാ? R0K അല്ലെ, R0K, R90K, HK, DK. ശരിയല്ലേ? R0K, R90K, HK, DK. ശരിയാണല്ലോ? It's a group. It's a group given by table എഴുതിയാലോ? R0K, R90K, HK, DK അല്ലെ? R0K, R90K, HK, DK. ഇവിടെ R0 into R0 ആണ് അല്ലെ, R0K into R0. ആദ്യം എഴുതേണ്ടത് എന്താണ്? R0K into R0K ആണ് ഫസ്റ്റ് എഴുതേണ്ടത് അല്ലെ. അതെന്താണ്? R0 into R0 into K ആണ്. R0 into R0 R0 ആണ്. അപ്പൊ R0K ആണ്. അപ്പൊ ഇവിടെ R0K. അടുത്ത R0 R90 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R90 ആവും. R0 H കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H ആവും. R0 D കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ D ആവും. അടുത്ത R90 R0 കൂടി ആകുമ്പോൾ R90 ആവും. R90 R180 ആണ് അല്ലെ. R180 R0 സെയിം ആണ്. R0K. ഈ R0Kക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും K എഴുതാം, കാരണം R0Kയും Kയും സെയിം ആയിരിക്കും. R90 Hഉം കൂടി ആകുമ്പോൾ D ആവും. R90 Dയും കൂടി ആകുമ്പോൾ H ആവും. Hഉം R0 കൂടി ആകുമ്പോൾ H ആവും. Hഉം R90യും കൂടി ആകുമ്പോൾ
എച്ചും R90 കൂടി ആകുമ്പോൾ DK ആവും. എച്ചും കൂടി ആകുമ്പോൾ ഐഡന്റിറ്റി ആവും അല്ലേ? R0K ആവും. എച്ചും ഡിയും കൂടി ആകുമ്പോൾ R90 ആവും. ഡിയും R0 കൂടി ആകുമ്പോൾ ഡി ആവും. ഡിയും R90 കൂടി ആകുമ്പോൾ എച്ച് ആവും അല്ലേ? ടിയും എച്ചും കൂടി ആവുമ്പോൾ R90 ആവും. ഡിയും കൂടി ആകുമ്പോൾ റിഫ്ലക്ഷൻ അല്ലേ? ഡിയും കൂടി ആകുമ്പോൾ R0. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു ഫാക്ടർ ഗ്രൂപ്പാണ്, അതൊരു ഗ്രൂപ്പാണ് അല്ലേ? ഓപ്പറേറ്റ് നോക്കിയാൽ മതി. ഇവിടെ വരുന്ന എലമെന്റ്സ് എല്ലാം സെറ്റിൽ എലമെന്റ്സ് അല്ലേ? ബൈനറി ആണ്, അസോസിയേറ്റീവ് ആണ്. R0K ആണ് ഐഡന്റിറ്റി എലമെന്റ്. R0K ന്റെ ഇൻവേഴ്സ് R0K, R90K ന്റെ ഇൻവേഴ്സ് R90K, HK ന്റെ ഇൻവേഴ്സ് HK, DK ന്റെ ഇൻവേഴ്സ് DK. ഗ്രൂപ്പായല്ലോ അല്ലേ? Six. We have U32. അതറിയാത്ത ആരുമില്ലല്ലോ. U32 എന്താണ്? 32നെക്കാളും ചെറുതും 32 റിലേറ്റീവ് പ്രൈമായ ആൾക്കാർ അല്ലേ? 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, 27, 29, 31. And H is equal to cyclic subgroup generated by 17. 17 raised to 117. 17 square എത്ര? 17 to 17 അല്ലേ? 289. 289 ആകുമ്പോൾ എത്ര? 289 by 32. 32 into 7. 32 into 8. 32 into 9. 288 അല്ലേ? അപ്പോൾ 9 into 32 288. റിമൈൻഡർ 1 അല്ലേ? അപ്പോൾ എന്താ പറയുക? 17 സ്ക്വയർ മോഡ് U32 1 ആണ്. അപ്പോൾ 17 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിൽ ആരൊക്കെ കാണുള്ളൂ? രണ്ടേ എലമെന്റേ ഉള്ളൂ. 1ഉം 17 raised to 1ഉം 17 സ്ക്വയറും. 17 സ്ക്വയർ 1 ആവും. അല്ലേ? ഇത് അബീലിയൻ ഗ്രൂപ്പാണ് അല്ലേ? U32 അബീലിയൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇത് നോർമൽ സബ് ഗ്രൂപ്പാണ്. It's a normal subgroup of U32. It's a normal subgroup of U32.
Then the cosets. Cosets എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1h അല്ലേ, 1 into h നോക്കണം. 1 into h ആര് തന്നെയാണ്, 117 തന്നെയാണ്. അടുത്ത് 2h നോക്കണം അല്ലെ, 2h എന്ന കോസെറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്നാണ്. 2 into 2 2 into 17 34 ആകുമ്പോൾ എന്താ അറിയുക, 34 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 into 1. ഗ്രൂപ്പില് 2 ഇല്ല. ശരിയാ, 2 ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് എടുക്കേണ്ട അടുത്ത് എടുക്കേണ്ടത് 3 ആണ്. 3h 3 into 1 3 ആണ് അല്ലേ. 3 into 17 എത്രയാ, 51 ആകുമ്പോഴോ 32 അല്ലേ. 32 19 വരും അല്ലേ. അതുപോലെ 4h എന്ന കോസെറ്റ്സ് 4 ഇല്ലല്ലോ, 4 ഗ്രൂപ്പിലില്ല, സോറി. 5h എന്ന 5 ഉണ്ടല്ലോ അടുത്ത്, 5h എന്ന കോസെറ്റ് 5h എന്ന കോസെറ്റ് എന്താ, 5 into 1 5 into 17 അല്ലേ, 85 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര, 64 21 അല്ലേ. അടുത്ത് 6 ഇല്ലല്ലോ, അടുത്ത് 7h 5h കഴിഞ്ഞാൽ അടുത്ത് 7h, ഗ്രൂപ്പിൽ 7 എന്ന എലമെന്റ് ആവും. 7h 7. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കാമല്ലോ, ഇതുപോലെ കണ്ടുപിടിച്ച് ഗ്രൂപ്പ് ആണെന്ന്. അപ്പോൾ 7h ആകുമ്പോൾ 7 into 1 7 into 17 വാ 119 അല്ലേ. 119 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര, 94 അല്ലേ. 96 23 അല്ലേ. അടുത്ത് 7 കഴിഞ്ഞ അടുത്ത എലമെന്റ് 9h. ഇപ്പൊ 9h നോക്കിയാലോ, 9 into 1 9 into 17 അല്ലെ, 90 അല്ലെ, 9 into 17 അല്ലേ 153 അല്ലേ. 32 5 അല്ലേ, 4 138 12 15 അല്ലേ, 9,15. അടുത്തോ 9 കഴിഞ്ഞ അടുത്ത എലമെന്റ് 11h. ഇവിടെ എത്ര ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് കാണും, ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്, U32 എത്ര എലമെന്റ്സ് ഉണ്ട്, 1 2 3 U32 എലമെന്റ്സിന്റെ എണ്ണം എത്ര, U32 എലമെന്റ്സിന്റെ എണ്ണം എത്ര, 5 of 32 അല്ലേ. Number of positive integers less than 32 and relatively prime to 32. 32 എന്ന് പറഞ്ഞാൽ എത്രയാ, 2/5 അല്ലേ. 2/5 കണ്ടുപിടിക്കുന്നത് എങ്ങനെ, 5 of 2/5. 2/5 is 5 of 2/5 is 2/5 into 1 minus 1 by 2/5 അല്ലെ, 1 minus 1 by 2/5 വരില്ലല്ലോ. എന്താ, 2/5 into 9h അവിടെ 925 ആണ്. ശരി. ഇവിടെയാണെങ്കിൽ 2/4 വരും, 16 വരും. ഇവിടെ 16 എലമെന്റ്സ് ഉണ്ട്. ആർക്ക്, U32ന് 16 എലമെന്റ്സ് ഉണ്ട്. 5 of 32 എലമെന്റ്സ് 16 എലമെന്റ്സ് ഉണ്ട്. ഇവിടെ 16 എലമെന്റ്സ് ഉണ്ട്. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്, 2 എലമെന്റ്സ് ഉണ്ട്. 16/2 ആണ് കോസെറ്റ്സിന്റെ എണ്ണം അല്ലെ. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് ഈക്വൽ ടു ഓർഡർ ഓഫ് G by ഓർഡർ ഓഫ് H.
16/2 8 കോസെറ്റ്സ് ഉണ്ട്, 8 ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ 11H ആവുമ്പോ 11 into 1 11 11 into 17 അല്ലെ, 11 into 17 അല്ലെ, 187. 187നെ 32 ഡിവൈഡ് ചെയ്യുക, അവിടെ 27 വരും. അടുത്ത് 11 കഴിഞ്ഞ അടുത്ത 13H 13 into 1 13 13 into 17 അല്ലെ, 13 into 17 ഇവിടെ എങ്ങനെ പോകുന്ന 17 ഇവിടെ കണ്ടു പോകുന്ന ആ ഒരു ഓർഡർ ഉണ്ടോ, 17 19 21 23 25 27, അടുത്ത് 29 ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി, ഇത് 29 ആയിരിക്കും. 13 into 17 29 ആയിരിക്കും. അടുത്ത് 13 കഴിഞ്ഞ അടുത്ത് ഞാൻ 15H എടുക്കുന്നു. 15H 15 into 1 15, അടുത്ത് 15 into 17 എത്ര വരും, എന്തെങ്കിലും എന്ത് ചെയ്താലും ഇവിടെ 31 വരും. 31 ബാക്കിയെല്ലാം ആയി നോക്കിയോ. അപ്പൊ ഇതെല്ലാം ഇത്രയും കോസെറ്റ്സുകളുടെ യൂണിയൻ എടുത്താൽ U32 കിട്ടും അല്ലെ. ശരി, ഇത്രയും ആൾക്കാരുടെ യൂണിയൻ എടുത്ത് നോക്ക്. 1 3 5 7 9 11 13 15 17 19 21 22 25 27 27 29 31. എന്താ ഇതെന്താ ഫാക്ടർ ഗ്രൂപ്പ്, U32 ബൈ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് H ആണ്. H is equal to ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെ വരും, 1H ഉണ്ട്, 3H 5H 7H 9H 11H 13H 15H അല്ലെ. 1H 3H 5H 7H 9H 11H 13H 15H. ഇത് ഗ്രൂപ്പ് ആയിരിക്കും ഇറ്റ്സെൽഫ്. നമുക്ക് ഗ്രൂപ്പ് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റും. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഗ്രൂപ്പ് ടേബിൾ ഒക്കെ എഴുതി നോക്കാം.